അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് വീണ്ടും ഊബറിൽ ഓടാൻ തുടങ്ങുന്നത്. നിലവിൽ ടാറ്റു ആർട്ടിസ്റ്റാണ്, കൂടെ തന്നെ ഡ്രൈവറായിട്ട് ഓടിയിരുന്നു. ഇപ്പോൾ വീണ്ടും ഓടാൻ തുടങ്ങും. നമ്മുടെ സ്വന്തം വണ്ടിയാണ്. ഇതുവരെ നമ്മുടെ സുഹൃത്തായിരുന്നു ഓടിയിരുന്നത്. അപ്പോൾ പുറത്തു പോയ കാരണം ഞാൻ തന്നെ വീണ്ടും ഊബറിൽ അറ്റാച്ച് ചെയ്ത് ഓടുകയാണ്. ഇപ്പോൾ രാവിലെ ഒരു 8-8:30-9 മണിക്ക് ഇറങ്ങിയിരിക്കണ്. ഇതുവരെ ട്രിപ്പൊന്നും ലഭിച്ചിട്ടില്ല. എന്താണ് എനിക്ക് തോന്നുന്നത്, ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും അറ്റാച്ച് ചെയ്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റ് ട്രിപ്പ് അടിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെ 2 മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചു. നമ്മുടെ കളമശ്ശേരി ഭാഗത്തേക്കാണ് ട്രിപ്പ് അടിച്ചത്. ഇവിടെ ഒരു ടൊയോട്ടയുടെ നിപ്പോൺ ടൊയോട്ട ന്യൂ വെഹിക്കിൾ യൂസ്ഡ് വെഹിക്കിൾ പാർട്ട് സർവീസൊക്കെ ഉള്ള ഒരു ഷോറൂമിലേക്കാണ് അടിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കസ്റ്റമർ പുതിയ വണ്ടി എടുക്കാനോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാനായിട്ടാണ് ഇറങ്ങിയെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ഏകദേശം ഇപ്പോൾ ഒരു 10-20 മിനിറ്റായി. അവരെ കൊണ്ടിട്ടിട്ട് ഒരു ഫോൺ കോൾ വന്ന് നമ്മുടെ സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി സംസാരിച്ചൊക്കെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ എങ്ങോട്ട് എടുക്കാമെന്ന് നോക്കാം. നമുക്ക് ഇന്ന് എത്ര ഏണിയും കിട്ടും ഇല്ല എന്നൊക്കെ നമുക്ക് ഇന്ന് ഏകദേശം സീഡാക്കുന്ന നേരം ആകുമ്പോഴെന്ന് അറിയാം. ഫസ്റ്റ് ഡേ ആയിട്ട് എത്ര കിട്ടിയെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമുക്ക് ട്രിപ്പൊന്നും അടിച്ചില്ല. അപ്പം പിന്നെ ഇവിടെ തന്നെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതി ഞാൻ അതേ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റിയിടാന്ന് വെച്ച് നിൽക്കുന്നത്. നമ്മൾ കളമശ്ശേരി ഭാഗത്തുള്ള ഒരു സിഗ്നലാണ്. നമ്മൾ ലെഫ്റ്റ് സൈഡ് അടിച്ച് ഇങ്ങനെ നല്ല ഫ്രീ ലെഫ്റ്റ് ആയതുകൊണ്ടേ മെല്ലെ ഇങ്ങനെ പോവാം. ചെക്കിങ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണേ, കൂടുതലാന്ന് വിചാരിക്കണേ. ഓട്ടോ ഇല്ലേ, യൂണിഫോം അല്ല, ഫസ്റ്റ് ഡേ ആയിട്ട് ഞാൻ യൂണിഫോം അല്ലാതെ തന്നെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന് നമ്മളെ കളമശ്ശേരി അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് കയറി കുറച്ച് എവിടെയെങ്കിലും ഒരു ചെറിയൊരു ബിസ്മി ഇലക്ട്രിക്കൽസ് അല്ലേ എവിടെയെങ്കിലും സൈഡാക്കിയിടാം. അവിടെ നിന്ന് എനിക്ക് വേറെ ട്രിപ്പ് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. മുമ്പ് തന്നെ വേറെ ടാക്സിക്കാരെ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും അവസ്ഥ ശോകം തന്നെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ സൈഡാക്കിയിട്ടുണ്ട്. സൈഡാക്കി കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് ഇടയ്ക്ക് ഒരു കോളും വന്ന്. ഈ കോള് വരുന്നൊരു വിഷയമാണ്. കോള് വന്ന് നമ്മൾ കുറേ നേരം സംസാരിക്കണോണ്ടേ ഒന്നും അറിയുന്നില്ല. ഇവിടുന്ന് അടിയൊന്നും ഇല്ല. നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് മെല്ലനെ മൂവ് ആവുകയാണ്. ഇനി നേരം നമ്മൾ ലുലുമാളിൻ്റെ അവിടെ പോയി നിന്നോട്ടെ കുറച്ച് നേരം. അവിടെ എന്താ അവസ്ഥ ആവും. പയ്യെ അങ്ങനെ അങ്ങോട്ട് കയറുകയാണ് ഗൈസ്. അവസാനം ഒരു ട്രിപ്പ് അടിച്ചില്ല, ഒരു രക്ഷയില്ല. ഒറ്റ ട്രിപ്പാണെന്ന് അടിച്ചത്. ഇപ്പോൾ നേരെ ഉച്ചയായി. എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് നേരെ റൂമിലേക്ക് തിരിച്ചു പോവാണ്. നമ്മളെ റൂമിലേക്കുള്ള വഴിയാണിത്. അപ്പം എന്നാൽ ഇനി ഭക്ഷണം കഴിച്ച് വന്നിട്ട് കാണാം. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ഒരുപാട് ടൈമായി. ഇവിടെ നിരവധി ടാക്സി വണ്ടികളുണ്ട്. ആർക്കും ഓട്ടോ ഇല്ലയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സീഡാക്കി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. എന്താവോ അന്നത്തെ അവസ്ഥ. എനിക്ക് തോന്നുന്നു മിക്കവാറും ഒന്ന് ശോകമാവുന്നു. അല്ലെങ്കിൽ ഇന്ന് മഴ ചെയ്യണം. ചെറുതായിട്ടൊന്ന് മഴ ചെയ്താൽ പിന്നെ ഒരു 4 ട്രിപ്പ് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കുന്തായിരുന്നു എൻ്റെ വണ്ടിന് മുമ്പ് ഇത്ര നേരം ഉണ്ടായിരുന്നു. പയം വീണ്ടും വരുന്നുണ്ട്. ഒരു രക്ഷയില്ല ഗായ്സ്. ഇപ്പോൾ നേരെ ഏകദേശം 3 മണിയായി. ഒരൊറ്റ ട്രിപ്പും ലഭിച്ചിട്ടില്ല. അന്ന് നേരെ കൊണ്ട് തന്നെ ശാഖ ലഭിച്ച ഒരു ട്രിപ്പ് മാത്രമാണ്. ഊബറിന് ഇപ്പോൾ എന്തേ പറ്റിയാവോ. ഞാൻ കസ്റ്റമറെ വിളിച്ചിരുന്നു. അവരിങ്ങനെ ആപ്പ് അപ്ഡേറ്റിന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ആപ്പ് അപ്ഡേഷൻ ഉണ്ടായിരുന്നു. അത് നോക്കിയില്ല, അൺഇൻസ്റ്റാൾ ചെയ്തു. എന്നിട്ടും ഒരു രക്ഷയില്ല. ഇപ്പോൾ വന്ന് ആ കിടക്കന്നെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു 1-2 വണ്ടി ഇതേമാതിരി ഉണ്ട്. ബാക്കി 1-2 പോയിട്ടുമുണ്ട്. ഇനി ഇവിടെ നിന്ന് എടുത്ത് പോകേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് മാറ്റി കുറച്ച് അപ്പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് നോക്കട്ടെ. നേരെ ഇവിടെ നിന്ന് പോകുന്നത് നമ്മളെ തമനം ആ ഭാഗത്തേക്ക് ഇട്ടോട്ടെ. അവിടെ എന്താ അവസ്ഥയാവും. ഇന്നിപ്പോൾ ഒരു രക്ഷ ഉണ്ടാവുമെന്ന് തോന്നണില്ല. മരണ ചൂടും. AC ഇട്ടപ്പോൾ വണ്ടി ഇരിക്കണന്നെ. പുറത്തേക്ക് ഇറങ്ങാനും വയ്യ, ഉള്ളിലും ചൂട്. അപ്പോൾ ഇന്നിപ്പോൾ ഇനി സൈഡാക്കാന്ന് വിചാരിക്കുന്ന. ആകെ ഒന്നേ ലഭിച്ചുള്ളൂ. വെറുതെ വണ്ടിയിലിരുന്ന് വെറുതെ ക്ഷീണാണ്ടല്ലോ, വണ്ടീൻ്റെ ഫ്യൂലും കത്തിക്കണ്ടല്ലോ. ഒന്ന് ഒരുപാട് കറങ്ങി നോക്കി. തമനം വഴിയും കത്രികട വഴിയൊക്കെ ഒന്ന് കുറച്ച് കറങ്ങിയൊക്കെ വന്ന് നോക്കി. ഇവിടെ ഒന്നും അടിച്ചില്ല. ഇപ്പോൾ 1-2 ഡ്രൈവറോടൊക്കെ സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റായിട്ട് ഇറങ്ങല്ലേ, അതുകൊണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തായാലും മിക്കവാറും ഒരു കുറച്ച് സമയം കൂടി 4:30 ഇനിയിപ്പോൾ ഒരു 5:30 ആണിക്കുമ്പോൾ നല്ല ഓട്ടമുള്ള ടൈമാണല്ലോ. 5-5:30 വരെ കൂടി വെയിറ്റ് ചെയ്തിട്ട് ഓട്ടമൊന്നും കിട്ടിയില്ലെങ്കിൽ ഗായ്സ് ഇന്നത്തെ ഊബർ ലൈഫ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നാളെ തൊട്ട് കാണാം. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് സൈഡാക്കാൻ പോവായിരുന്നു വീട്ടിലേക്ക്. ആ തൊട്ട് മുന്നേ തന്നെ റൂമിൻ്റെ തൊട്ട് മുന്നേ തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചത്. ഇവിടെ വെൽക്കെയർ ഹോസ്പിറ്റലിലേക്കായിരുന്നു ട്രിപ്പ്. അത് കംപ്ലീറ്റ് ചെയ്തൊരു തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി 3ാമതൊരു ട്രിപ്പ് ലഭിക്കും എന്ന് വിചാരിച്ച് പയ്യെ ഇവിടെ കുറച്ച് നേരം ഹോസ്പിറ്റലിന് മുമ്പ് തന്നെ നിർത്തിയിട്ടുണ്ട്. മിക്കവാറും സെക്യൂരിറ്റി ഇപ്പോൾ വന്ന് പറയും വണ്ടി ഇവിടെ നിന്നെടുത്ത് മാറ്റാൻ.
അതുവരെ ഇവിടെ നിൽക്കാം. പറഞ്ഞ മാതിരി തന്നെ അവിടെ ബ്ലോക്ക് ആയ സെക്യൂരിറ്റി പറഞ്ഞ് വണ്ടി ഫ്രണ്ടിലേക്ക് ഇടാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് മാറ്റി ഇപ്പോൾ റോഡുമൊക്കെ ഉണ്ട്. മൂന്നാമത്തെ ട്രിപ്പിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് ഗായ്സ്. ഇപ്പം ഇന്നത്തെ ഓട്ടോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏകദേശം 9 മണിയായി. ആകെ 4 ട്രിപ്പ് എന്ന് അടിച്ചുള്ളൂ. ഫസ്റ്റ് ഡേ ആയിട്ട് ആവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ബാക്കി നാളെ എന്താവും നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.